ശ്രീമഹാദേവ്യൈ നമഃ. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. സൗന്ദര്യലഹരി 63-ാം ശ്ലോകമാണ് അമ്മയുടെ കൃപയാൽ ഇന്നിവിടെ സമർപ്പിക്കുന്നത്. മഹാദേവിയുടെ അമ്മയുടെ പുഞ്ചിരി പൂനിലാവാണ് ഈ ശ്ലോകത്തിൻ്റെ ബിന്ദുസ്ഥാനം. അമ്മയുടെ അനന്യ സൗന്ദര്യം തുളുമ്പുന്ന വദനചന്ദ്രികയും മന്ദഹാസ പൂനിലാവുമാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. ദേവിയുടെ വദനം അനേകായിരം പൂർണ്ണചന്ദ്രന്മാർ ഒന്നിച്ച് ഉദിച്ചുയരുന്നത് പോലെ അത്രേ. അമ്മയുടെ തൂമന്ദഹാസം പൊഴിക്കുന്ന ചുണ്ടുകളെപ്പറ്റി കഴിഞ്ഞ ശ്ലോകത്തിൽ 62-ാം ശ്ലോകത്തിൽ ആചാര്യസ്വാമികൾ മനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട്. മുല്ലപ്പൂ പോലെ മുത്തുപോലെ തിളങ്ങുന്ന ദന്തനിര, ദന്തങ്ങളുടെ പ്രകാശം മന്ദസ്മിത ശോഭയായി ചന്ദ്രകിരണങ്ങളെക്കാൾ ശോഭയായി പ്രകാശിക്കുന്നു അത്രേ. സാധാരണയായി ചകോരങ്ങൾ അഥവാ ഉപ്പൻ എന്ന പക്ഷിവിഭാഗം പൗർണമി രാവുകളിൽ ആകാശത്തേക്ക് നോക്കിയിരുന്ന് നിലാവ് കുടിക്കുന്നതായി ഒരു കാവ്യസങ്കല്പമുണ്ട്. ധനുമാസ ചന്ദ്രികയിൽ നിലാവ് ചെയ്യുന്ന പ്രേമചകോരികളെക്കുറിച്ചും മഴ കാത്തിരിക്കുന്ന വേഴാമ്പലുകളെക്കുറിച്ചും വെള്ളം മാറ്റിയിട്ട് പാൽ മാത്രം പാനം ചെയ്യുന്ന ഹംസങ്ങളെക്കുറിച്ചുമൊക്കെ ധാരാളമായി കവികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇവിടെ ആചാര്യസ്വാമികൾ അതിമനോഹരമായ ഒരു കാവ്യസങ്കല്പമാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. വെണ്ണിലാവ് പാനം ചെയ്യുന്ന ചകോര പക്ഷികൾക്ക് മഹാമായയുടെ മുഖസൗന്ദര്യത്തിൻ്റെയും മന്ദഹാസത്തിൻ്റെയും വെണ്ണിലാവ് പാനം ചെയ്ത് ചകോര പക്ഷികൾക്ക് അവയുടെ കൊക്കുകളിൽ ജടിമയുണ്ടായത്രേ. അത് മാറ്റാൻ വേണ്ടി ചന്ദ്രൻ്റെ നിലാവിനെ പഴങ്കഞ്ഞി എന്നോണം അവർ കുടിക്കാൻ തുടങ്ങിയത്രേ. സാധാരണ നാം സദ്യയ്ക്ക് പായസം കുടിച്ചിട്ട് മടുപ്പ് വരുമ്പോൾ നാരങ്ങാക്കറിയും മോരും കൂട്ടി വീണ്ടും ആ മന്ദതയൊക്കെ മാറ്റി പായസം വീണ്ടും കുടിക്കാൻ തുടങ്ങുന്നത് പോലെ ചകോര പക്ഷികൾ അമ്മയുടെ വദനത്തിൽ നിന്നും പ്രവഹിക്കുന്ന തൂമന്ദഹാസമാകുന്ന അമൃതപ്രവാഹം പാനം ചെയ്ത് ആ ഒരു മടിപ്പ് മാറ്റാൻ വേണ്ടി ചന്ദ്രൻ്റെ ആ വെണ്ണിലാവ് പുളിച്ച കഞ്ഞിയെപ്പോലെ കുടിക്കുന്നു അത്രേ. വീണ്ടും ആ പുളിച്ച കഞ്ഞി കുടിച്ച് അവയുടെ ചുണ്ടുകളുടെ മന്ദത മാറ്റിയിട്ട് വീണ്ടും അമ്മയുടെ ആ വദന സൗന്ദര്യം മന്ദസ്മിത പൂനിലാവ് ആസ്വദിക്കാൻ തയ്യാറാകുന്നു അത്രേ. ഇവിടെ കാഞ്ചികം എന്നത് കഞ്ഞി എന്നാണ് അർത്ഥം. ആചാര്യസ്വാമികൾ കേരളീയനായതുകൊണ്ടാകാം കഞ്ഞിയും പഴങ്കഞ്ഞിയുമൊക്കെ ഈ ശ്ലോകത്തിൽ പ്രതിപാദ്യ വിഷയമായത്. ഇനി ഈ ശ്ലോകം വായിച്ചിട്ട് അതിൻ്റെ പദാർത്ഥം പറയാം. സ്മിതജ്യോത്സ്നാജാലം തവ വദന ചന്ദ്രസ്യ പിബതാം ചകോരാണാം ആസീത് അതിരസതയാ ചഞ്ജുജടിമാ അതസ്തേ ശീതാംശോർ അമൃതലഹരീം ആമ്ലരുചയ പിബന്തി സ്വച്ഛന്തം നിശി നിശി ഭൃശം കാഞ്ചിക ധിയാ. തവ അമ്മയുടെ വദനചന്ദ്രസ്യ വദനമാകുന്ന ചന്ദ്രൻ്റെ സ്മിതജ്യോത്സ്നാജാലം പുഞ്ചിരിയാകുന്ന നിലാവിൻ്റെ ആധിക്യത്താൽ പിബതാം പാനം ചെയ്യുന്ന ചകോരാണാം ചകോരങ്ങൾക്ക് അതിരസതയാ അത്യധികമായ മാധുര്യമുണ്ടായി. തവ വദന ചന്ദ്രസ്യ സ്മിത ജ്യോത്സ്നാജാലം.
നിന്തിരുവടിയുടെ മുഖമാകുന്ന ചന്ദ്രൻ്റെ മന്ദഹാസമാകുന്ന ചന്ദ്രികാ സമൂഹത്തെ അല്ലെങ്കിൽ പുഞ്ചിരിയാകുന്ന നിലാവിൻ്റെ ആ ഒരു കൂട്ടത്തെ പിബതാം ചകോരാണാം പാനം ചെയ്യുന്ന ചകോരങ്ങൾക്ക് അല്ലെങ്കിൽ ഉപ്പൻ പക്ഷികൾക്ക് അതിരസതയാ ചഞ്ചുജടിമ ആസീത്. അതിരസതയാ അത്യധികമായ മാധുര്യം കാരണം ചഞ്ചുജടിമ ആസീത് കൊക്കുകൾക്ക് മരവിപ്പുണ്ടായി. അതഹ അതിനാൽ ആമ്ലരുചയ പുളിപ്പിൽ കൊതിയുള്ളവരായി തീർന്ന തേ ആ ചകോരങ്ങൾ ശീതാംശോ ചന്ദ്രൻ്റെ അമൃതലഹരിയും അമൃതപ്രവാഹത്തെ കാഞ്ചികം ധിയ കാഞ്ചികം പുളിച്ച കഞ്ഞി ധിയ കരുതിക്കൊണ്ട് നിശി നിശി രാത്രി തോറും സ്വച്ഛന്തമായി ഭൃശം പിബതി നിറയെ കുടിക്കുന്നു. അപ്പോൾ അമ്മയുടെ വദനമാകുന്ന ആ ചന്ദ്രൻ്റെ പുഞ്ചിരിയാകുന്ന നിലാവിൻ്റെ ആധിക്യം പാനം ചെയ്യുന്ന ചകോരങ്ങൾക്ക് അത്യധികമായ മാധുര്യം കാരണം അവയുടെ കൊക്കുകൾക്ക് മരവിപ്പുണ്ടായി. അതിനാൽ ആ ചകോരങ്ങൾ പുളിപ്പിൽ കൊതിയുള്ളവരായി തീർന്നിട്ട് ചന്ദ്രൻ്റെ ആ പൂനിലാവിനെ അത് പുളിച്ച കഞ്ഞിയാണെന്ന് കരുതിക്കൊണ്ട് രാത്രി തോറും ആ കൊക്കുകളുടെ മരവിപ്പ് മാറാനായി നിറയെ കുടിക്കുന്നു അത്രേ. ഇനി ആ ശ്ലോകം പാരായണം ചെയ്യാം. സ്മിതജ്യോത്സ്നാജാലം തവ വദനചന്ദ്രസ്യ പിബതാം ചകോരാണാമാസീത് അതിരസതയാ ചഞ്ചുജടിമാ അതസ്തേ ശീതാംശോരമൃതലഹരീം ആമ്ലരുചയ പിബന്തി സ്വച്ഛന്തം നിശി നിശി ഭൃശം കാഞ്ചികധിയ. ഈ ശ്ലോകം ആവർത്തിച്ച് പാരായണം ചെയ്താലുള്ള ഫലസിദ്ധി സർവജനവശ്യമാണ്. നിവേദ്യമായി സമർപ്പിക്കേണ്ടത് നാളികേരമാണ്. ഫലസിദ്ധിക്കപ്പുറം മഹാദേവിയുടെ കൃപാകടാക്ഷത്തിനായി നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. ശ്രീ മൂകാംബിക ദിവ്യചരണാരവിന്ദേ സർവം സമർപ്പണം ഭവതു.